നമസ്കാരം സാർ, ഇത് കാസർഗോഡ് ഡിപ്പോ ആണ്. സ്റ്റേറ്റ് ബസ്സിൻ്റെ ഡിപ്പോ ആണ്. അപ്പോൾ ഒരുപാട് ബസ് കുറേ ടയർ തേഞ്ഞതുണ്ട്. ഇപ്പോൾ കർണാടകത്തിൽ ഞാൻ ഇവിടെ തലപ്പാടിയിൽ 4-5 ഇപ്പോൾ മരിച്ചത്. ഇത് ബ്രേക്ക് ഫെയിലെന്ന് പറയുന്നത് ടയർ തേഞ്ഞതും ഉണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇനി കേരളത്തിലായിപ്പോണ്ട, കാരണം ഓരോരോ വണ്ടിൻ്റെ ടയറെല്ലാം ഇഷ്ടമാണ്. പിന്നെ നമുക്ക് കേരളത്തിലേക്ക് അത് ദോഷമാണ് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ. എത്രയോ ബസ് പുതിയ ഇറക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടിൻ്റെ എല്ലാം അവസ്ഥ നോക്കരുതാ, അങ്ങ് ബസ്സെല്ലാം അങ്ങെത്തിന്ന് സാറേ. ഇതെല്ലാം നോക്കരുത് സാറേ. ഇതെല്ലാം കാരണം ഒരു വെള്ളം കൊള്ളലുണ്ടാ, ഒരു തുള്ളി വെള്ളത്തിലേക്ക് ഞമ്മ കുളിക്കുന്ന ഞമ്മ ഡ്രസ്സ് മാറ്റുന്നു. അന്നെങ്കിൽ ഈ വണ്ടി ഞമ്മ ഓടുന്ന വണ്ടിയല്ലേ, അതിനെ സംസാരിക്കാൻ മാത്രം കഴിയാതെ ബാക്കി എല്ലാ സാധനവും ഞമ്മ ഇതിലുണ്ട്. വണ്ടിനെ ഞമ്മ കൊന്നാൽ വണ്ടി കൊല്ലും ഞമ്മളെ. ഗിയറെല്ലാം ക്ലച്ചിയുടെ എല്ലാന്ന്, ക്ലച്ച് ഇതാക്കല്ല. ഫസ്റ്റ് ഗിയറൊക്കെ ബസ്സിൽ ക്ലച്ച് അമർത്തും, രണ്ടാമത്തെ ഗിയർ പിന്നീട് എല്ലാന്ന് കട്ടക്ക് വലിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ പൈസ അല്ലേന്ന്. അപ്പം ഞമ്മ ഡ്രൈവർമാരോടും പറയുന്നത്, ഞമ്മ ഈ ബസ്സിനെ കൊന്നാൽ നമ്മളെ വണ്ടി എങ്ങനെയും കൊല്ലും. കുറച്ചോ നമ്മളെല്ലാവരും രക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾ ബസ്സിൻ്റെ ഒരു ബസ്സും ഒരു ലേശ ക്ലീൻ ഉണ്ടാക്കറോ, അതിൻ്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ കച്ചറ നോക്കറോ. എത്ര വണ്ടി ബോറായിട്ട് കാണുന്നു. നമ്മളെ കേരളത്തിൻ്റെ വണ്ടിയല്ലേ, ഇത്രയെല്ലാം നമ്മളെ മന്ത്രിമാരെല്ലാം കുറേ ബസ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാസർഗോഡ് ഈ ഡിപ്പോക്കും കുറച്ച് ബസ് കൊടുക്ക്. പിന്നെ രണ്ടാമത്തെ എന്താ പറഞ്ഞാൽ, രാവിലെ വന്നിട്ട് വണ്ടി ഫസ്റ്റ് ഇടുന്ന് വിടുമ്പോൾ അവിടെ ഡിപ്പോ അവിടെ പോയിട്ട് നോക്കാം വെള്ളമുണ്ടാ, പിന്നെ വയലുണ്ടാ, ഗിയറോക്സിൽ വയലുണ്ടാ, ഹൗസിങ് നേരെ ഉണ്ടാ, വീല് ശരിയുണ്ടാ, എല്ലാം ഒന്ന് ഡിപ്പോ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് ചക്കാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ മനസ്സിലായി. അപ്പോൾ തലപ്പാടിയിലായ പോലെ നമ്മുടെ കേരളത്തിൽ നമുക്ക് കാസർഗോഡായി പോകണ്ട. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള അധികാരികൾ ഞാൻ എന്തോ കാണിക്കുന്നില്ല. കാണിക്കുമ്പോൾ നമ്മളെ നാട്ടിലേക്ക് തന്നെയല്ലേ പുറത്ത് കുറേ പ്രശ്നങ്ങളുണ്ട് ഈ ബസ്സിൽ. പിന്നെ എവിടെയെങ്കിലും ഒരു വേറെ കേരളത്തിൻ്റെ പിന്നെ നമ്മളെ മറ്റേ ബസ് കണ്ടെങ്കിൽ ലോക്കൽ ബസ് കണ്ടെങ്കിൽ ഒരു ചവിട്ടും. എന്ത് മനുഷ്യന്മാരായാലും പോന്നിട്ട് എല്ലാം സൈഡിലുള്ള ആളെല്ലാം പേടിച്ചിട്ട്, കാരണം സൈഡ് നിൽക്കാൻ പറ്റില്ല. ജോറ് ഓവർടേക്ക് ആക്കുന്നത് പാക്കറ്റ് റോട്ടിലെല്ലാം ഇത് ഓവർടേക്ക് ആക്കി ഉണ്ടാവും. ഇതെല്ലാം ജനങ്ങളെ കൊല്ലണ്ട. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അധികാരികൾ. ഇതിനുള്ള സംവിധാനം ഡ്രൈവർമാർക്ക് നിങ്ങൾ ലൈസൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് നിയമം പറഞ്ഞാൽ ആ നിയമം എല്ലാം നിങ്ങൾ ഗവൺമെൻറ് ബസ്സിന് കൊടുക്കണമെന്ന് ഡ്രൈവർമാരോട് നിങ്ങൾ ഒരു ഓർമ്മയാക്കണം. പറഞ്ഞ് മനസ്സിലായോ? ഇല്ലെങ്കിൽ ജനങ്ങൾ ബാക്കിയാവില്ല സാറേ. എല്ലാം പായത് അങ്ങെത്തി പെയ്യുന്നത്. വണ്ടിക്ക് വെള്ളം കൊടുക്കലുമില്ല, ഒരു വെള്ളം കാട്ടലുമില്ല, ഒന്നുമില്ലാന്ന്. ഞമ്മ ഡ്രസ്സ് ഇരുന്ന് ഞമ്മ പിന്നെ കുളിക്കുന്നു. വണ്ടീനെ കുളിപ്പിച്ചൂടെ? നമ്മളെ മക്കളെ പോലെയല്ലേ അത്. കാരണം നമ്മളെ കൊണ്ടുപോകുന്നില്ല, ഏർക്കെല്ലാം കൊണ്ടുപോകുന്നു. എങ്ങനത്തെ ഡേഞ്ചർ ജാഗയിലും ഞമ്മ രക്ഷപ്പെടുന്നു. അപ്പോൾ വണ്ടീനെ കൊല്ലണ്ട, നമ്മളെല്ലാവരും പഠിച്ചോ രക്ഷപ്പെടുത്തട്ടായിട്ടുണ്ട് സാറേ. പിന്നെ എല്ലാ ബസ്സിൻ്റെയും കാണിക്കണ്ട. ടയർ അങ്ങ് പ്ലേറ്റ് ആയിട്ടുണ്ട്, നല്ലോണം പ്ലേറ്റ് ആയിട്ടുണ്ട്. ഒരു ബ്രേക്ക് ചെറിയ വെള്ളത്തിൽ ചെറിയ മണ്ണുണ്ടെങ്കിൽ ബ്രേക്ക് കിട്ടുമ്പോൾ എല്ലാം ഒരു സൈഡിൽ ഒരു തിരിയും. ടർണിലേക്ക് എത്തുമ്പോൾ സ്പീഡ് കൂടുന്നു. എല്ലാ ഡ്രൈവർമാർ വെച്ചാൽ ഗവൺമെൻറ് ബസ് ഞങ്ങൾ എന്തും പബ്ലിക് ഒന്നും നമ്മൾ ചെയ്യില്ലാന്ന്. ജോറ് കഴിഞ്ഞിട്ട് പോകുന്നല്ലേന്ന്. ജോർക്ക് എന്താ ഗവൺമെൻറ് ബസ്സല്ലേ. ജനങ്ങളെ ശ്രദ്ധിക്കണം മക്കളെ. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ദൈവത്തിൻ്റെ സഹായം ഉണ്ടാവും. ജനങ്ങൾ ശപിച്ചിട്ടെങ്കിൽ പോകും. അപ്പോൾ എല്ലാവരും ഡ്രൈവർമാർ സൂക്ഷിച്ചിട്ട് വണ്ടി ഓട്ടുക. ഓക്കെ, താങ്ക് യു. കാസർഗോഡ് നിന്ന് ഇട്ടി മുഹമ്മദ്.